നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരാളം വെള്ളം വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കരയുമ്പോൾ അനായാസമായി കണ്ണുനീർ ധാരാളം വരുന്നുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈ ഐ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഡ്രൈ ഐ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ്. സ്വാഗതം. ഞാൻ ഡോക്ടർ കാർത്തിക, ആയുർവേദിക് ഐ ആൻഡ് ENT സ്പെഷ്യലിസ്റ്റ്. ഡ്രൈ ഐ എന്നാൽ കണ്ണിൻ്റെ പുറമേയുള്ള കണ്ണുനീർ പാളി ഹെൽത്തി അല്ല, ആരോഗ്യകരമല്ല എന്നാണ് അർത്ഥം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഹെൽത്തി ടിയർ ഫിലിം? ആരോഗ്യകരമായ ഒരു കണ്ണുനീർ പാളിക്ക് സാധാരണയായി 3 പാളികളാണുള്ളത്, 3 ലെയേഴ്സ്. ഏറ്റവും പുറമേ ആയിട്ട് ഓയിൽ ലെയർ അല്ലെങ്കിൽ ലിപ്പിഡ് ലെയർ ഉണ്ട്. ഏറ്റവും ഉള്ളിലായിട്ട്, അതായത് നേത്രഗോളത്തിനോട് ഏറ്റവും ചേർന്ന് മ്യൂക്കസ് ലെയർ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് കണ്ണുനീര് അഥവാ അതിൻ്റെ വാട്ടർ കണ്ണുനീരിൻ്റെ വെള്ളം, ജല അംശം ആ മിഡിൽ ലെയറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പുറമെ ലിപ്പിഡ് ലെയർ അല്ലെങ്കിൽ ഓയിലി ലെയർ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഓയിലി ലെയറാണ് ഇടയിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ പെട്ടെന്ന് നീരാവിയായി പോകാതിരിക്കാൻ സഹായിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഒരേ അളവിൽ വെള്ളം 2 പാത്രത്തിൽ നമ്മൾ തുറസായ ഒരു സ്ഥലത്ത് വെക്കുന്നു. അതിൽ ഒരു പാത്രത്തിൽ മാത്രം കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അതിൻ്റെ മുകളിൽ മുഴുവൻ വ്യാപിക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിക്കുന്നു. ഇത് രണ്ടും കുറേ സമയത്തേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നാൽ ഏത് പാത്രത്തിലെ വെള്ളമാവും കൂടുതൽ നീരാവിയായി വറ്റിപ്പോയിട്ടുണ്ടാവുക? ആർക്കും പറയാൻ സാധിക്കും അല്ലേ? എണ്ണ ഇല്ലാത്ത പാത്രത്തിൽ. എന്തുകൊണ്ടാണ് എണ്ണയുള്ള പാത്രത്തിൽ ജലം അത്ര നീരാവിയായി പോകാത്തത്? ഒരേ കണ്ടീഷനാണ് നമ്മൾ ഈ 2 പാത്രത്തിനും പ്രൊവൈഡ് ചെയ്തത്. ഒരേ അളവ് വെള്ളവുമാണ് പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഓയിലി ലെയറാണ് ഈ വെള്ളത്തിനെ, അതിൻ്റെ അടിയിലുള്ള വെള്ളത്തിനെ നീരാവിയായി പോകാതെ ഒരു പരിധി വരെ സഹായിച്ചു നിർത്തിയത്. അതേ പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ ടിയർ ഫിലിമിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഏറ്റവും പുറമേയുള്ള ആ ഓയിലി ലെയർ അല്ലെങ്കിൽ ലിപ്പിഡ് ലെയർ ആണ് ഇടയിലുള്ള ഈ വാട്ടർ കണ്ടൻറ്റിനെ ഡ്രൈ ആയി പോകാതെ സംരക്ഷിച്ച് നിർത്തുന്നത്. അപ്പോൾ ഹെൽത്തി ടിയർ ഫിലിമിൻ്റെ ഒരു ഘടകമാണ് ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഓയിലി ലെയർ അല്ലെങ്കിൽ ലിപ്പിഡ് ലെയർ. ഈ ഓയിലി ലെയറിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറയുന്ന എന്ത് അസുഖമോ അല്ലെങ്കിൽ എന്ത് സാഹചര്യമോ നമ്മൾക്ക് ഡ്രൈ ഐയുടെ ലക്ഷണങ്ങൾ കാണിക്കാം. എവിടെ നിന്നാണ് ഈ ഓയിൽ, ടിയർ ഫിലിമിലെ ഈ ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മുടെ ഐലിഡ്സിൽ ഉള്ള ചില ഗ്രന്ഥികളാണ് ഈ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് നേത്രഗോളത്തിന് പുറമേ ആവരണം ചെയ്ത് വരാൻ സഹായിക്കുന്നത് നമ്മളുടെ ബ്ലിങ്കിങ് ആണ്. കണ്ണടച്ച് തുറക്കുന്നത്. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഈ ഓയിൽ ലെയർ പ്രോപ്പറായിട്ട് നേത്രഗോളത്തിന് പുറമെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ബ്ലിങ്കിങ് പ്രോപ്പറായിട്ട് അല്ല എങ്കിലും നമ്മൾക്ക് ഡ്രൈ ഐയുടെ ഇഷ്യൂസ് ഉണ്ടാവാം. കാരണം ഓയിൽ ലെയർ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ബ്ലിങ്കിങ് റേറ്റിനെ ബ്ലിങ്കിങ്ങിനെ ബാധിക്കുന്ന എന്ത് കാര്യവും, എന്ത് അസുഖമോ എന്ത് സാഹചര്യമോ ഡ്രൈ ഐയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. നോർമൽ ബ്ലിങ്കിങ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 12 മുതൽ 20 വരെ തവണയാണ്. അപ്പോൾ ഈ നോർമൽ ബ്ലിങ്കിങ് റേറ്റ് കുറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ കുറേ നേരം മൊബൈൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ എന്ത് സ്ക്രീൻ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബ്ലിങ്കിങ് റേറ്റ് കുറയും. ചിലപ്പോൾ 12 മുതൽ 20 വരെ എന്നുള്ളത് ഒരു പക്ഷേ 5-6 തവണയെ 1 മിനിറ്റിൽ നമ്മൾ കണ്ണ് അടയ്ക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ട് നടക്കാതിരിക്കുകയും അത് ടിയർ ഫിലിം ലെയറിനെ ബാധിക്കുകയും ചെയ്യും. അതേപോലെ നമ്മൾ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ഡ്രൈവ് ചെയ്യുക, വായിക്കുക, സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബ്ലിങ്കിങ് റേറ്റിംഗ് നമ്മളറിയാതെ തന്നെ കുറഞ്ഞു പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തുടരെ ഉണ്ടായാൽ നമ്മൾക്ക് ഡ്രൈ ഐ സ്വാഭാവികമായി വരുന്നു. ഡ്രൈ ഐ സീരീസ് തുടരും. ഇനിയും ഡ്രൈ ഐയെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം വരും വീഡിയോയിൽ പറഞ്ഞു തരാം. താങ്ക് യു.